നമസ്കാരം, ഞാൻ ജസ്ന സലീം. ഈ വീഡിയോ ആർക്കുള്ളതാണെന്നറിയോ? നമ്മുടെ പുള്ളച്ചേച്ചിക്കുള്ളതാണ്. പുള്ളച്ചേച്ചിൻ്റെ കയ്യിൽ ഞാൻ 14 വയസ്സ് തൊട്ടിട്ട് കൊടുത്ത കേസുകളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പുള്ളച്ചേച്ചിയെ 3.5 വയസ്സായ ഒരു കൊച്ചിനെ ഒഴിവാക്കി ജസ്റ്റിൻ്റെ കൂടെ പോയിട്ട് ജസ്റ്റിനെ കൊന്നുങ്ങാൻ വേറൊരുത്തൻ്റെ കൂടെ ഇപ്പം ജീവിക്കുന്ന നിങ്ങൾ മറ്റൊരാളെപ്പറ്റി കുറ്റം പറയാനുള്ള അർഹത നിങ്ങൾക്ക് ഉണ്ടോ? പുള്ളച്ചേച്ചി പറ. ആ പാവം ജസ്റ്റിനെ കൊന്നപ്പം നിങ്ങൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ കൊന്നു കഴിഞ്ഞിട്ട് അത് കൊന്നുങ്ങാൻ ആരും അറിയാതെ ആ വേറെ ആൾക്കാരുടെ തലയിൽ കെട്ടിവെച്ച് വേറെ 2-3 എണ്ണത്തിനെ ജയിലിൽ പറഞ്ഞു വെച്ച് അവരെ ജാമ്യത്തിൽ പോലും എടുക്കാതെ നടന്ന നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീനെ കുറ്റം പറയാനുള്ള അവകാശമുണ്ടോ? നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ഇട്ടേച്ച് പോകുന്ന സമയത്ത് 3.5 വയസ്സാണ്. ഞാനേതായാലും എൻ്റെ കുട്ടികളെ ഒഴിവാക്കിയിട്ടൊന്നുമില്ലല്ലോ. 14-ാം വയസ്സ് തൊട്ടിട്ട് എൻ്റെ പേരിൽ ഞാൻ പുരുഷന്മാരുടെ പേരിൽ കേസ് കൊടുത്തതായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. 14-ാം വയസ്സ് തൊട്ടിട്ട് ഞാനൊരു പുരുഷനെയും കൊന്ന് കുഴിച്ചു മൂടിയിട്ടില്ല. അത് ഏറ്റെടുത്തെങ്ങാൻ എനിക്ക് വേണ്ടിയിട്ട് വേറെ പുരുഷന്മാരായിട്ട് ജയിലിൽ പോയിട്ടുമില്ല. ഇതൊക്കെ ഓർമ്മയുണ്ടോ പുള്ളച്ചേച്ചിക്ക് നന്നായിട്ട്? പുള്ളച്ചേച്ചീൻ്റെ ഡീറ്റെയിലൊക്കെ എനിക്കറിയാവുന്നതാ. പുള്ളച്ചേച്ചി ഇങ്ങനെ വന്ന് ഛർദ്ദിക്കും പോലെ എനിക്ക് ഛർദ്ദിക്കാൻ അറിയാഞ്ഞിട്ടും അല്ല. പിന്നെ പുള്ളച്ചേച്ചി പറഞ്ഞ വേറൊരു കാര്യത്തിനോടുള്ള മറുപടി, ലസിത പാലക്കൽ എന്നോ എടുത്തൊരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തതെന്ന്. ലസിത പാലക്കൽ പറയുന്നൊരു വോയിസും കൂടി പുള്ളച്ചേച്ചി കേക്ക്. കേസുണ്ട്, ഗുരുവായൂർ സ്റ്റേഷനിൽ പോയിട്ട് വിളിച്ച് ചോദിക്കേ. കേസ് അവിടെ ഉണ്ട്, നിലനിൽപ്പുണ്ട്. വെറുതെ ഒന്നുമല്ല. രാജീവ് ചന്ദ്രശേഖർജിയുടെ പേരിൽ കേസുണ്ട്. അവിടെ റീൽസ് എടുക്കുന്ന ആൾക്കാർക്കെതിരെ എല്ലാം കേസുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും പോയിട്ട് പിന്നെ റീൽസ് എടുക്കാൻ നിന്നിട്ടില്ല. നിങ്ങൾ വെല്ലുവിളിക്കുക ചെയ്യുന്നത് അവിടെ പോയിട്ട്. എന്റെ ഏത് നടയെന്നാ കൂടി എടുത്തെന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഏത് നടയല്ല ഫോട്ടോഗ്രാഫി ഇന്ന നടയിൽ ഫോട്ടോഗ്രാഫി അനുവദിക്കുമെന്നും ഇന്ന നടയിൽ ഫോട്ടോഗ്രാഫി അനുവദിക്കില്ല എന്നും ഗുരുവായൂർ എവിടെയും എഴുതി വെച്ചിട്ടില്ല. ചേച്ചി പോയതുകൊണ്ട് ചേച്ചിയുടെ പേരിൽ കേസുണ്ട് എന്നാണ് ആര് പറയുന്നത്? ലസിത പാലക്കൽ പറയുന്നത്. പക്ഷെ പുള്ളച്ചേച്ചി പറയുന്നത് എന്താ? ലസിത ഏതോ ഒരു കാലത്ത് പോയപ്പോൾ എടുത്ത വീഡിയോ ഈ അടുത്ത കാലത്തൊന്ന് പോസ്റ്റ് ചെയ്തതാണ്, അല്ലാതെ ലസിത അപ്പം പോയിട്ട് വീഡിയോ എടുത്തതും പോസ്റ്റ് ചെയ്തതും ഒന്നും അല്ല എന്നുള്ളത്. പുള്ളച്ചേച്ചിയെ പറയുമ്പം ഇത് പറയും മാധ്യമധർമ്മമാണല്ലോ. മാധ്യമധർമ്മത്തിൽ നിങ്ങൾ കുറേ പറഞ്ഞല്ലോ മാധ്യമധർമ്മം എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പുള്ളച്ചേച്ചിയെ, ഒരു നിരപരാധിയെ അപരാധിയാക്കുന്നതാണോ ഇത്ര വലിയ മാധ്യമധർമ്മം? ഈ വീഡിയോ ഞാൻ എടുത്തതല്ല എന്നും ഞാൻ പോസ്റ്റ് ചെയ്തതല്ല എന്നുള്ളതും പുള്ളച്ചേച്ചി സഹിതം പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം എന്നെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും അരിച്ച് പെറുക്കി തപ്പിയിട്ടും നിങ്ങൾക്കൊരു വീഡിയോ ഇടാൻ കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് അത് നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് നിങ്ങളത് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നു. അപ്പം ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ എന്നെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർക്കൊക്കെ സത്യാവസ്ഥ മനസ്സിലായതുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ പുള്ളച്ചേച്ചിൻ്റെ മാതിരി പൈസ ഇറക്കിയിട്ട് ഇപ്പോൾ ഒരുത്തൻ്റെ കൂടെ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്നതൊന്നും അല്ല. പിന്നെ RSSകാരും BJPക്കാരും ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ RSSും അല്ല BJPയും അല്ല എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ ഈ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് ഈ ഭാരത് ചാനലിൽ നിൽക്കുന്നത്? അത് രാഷ്ട്രീയ പാർട്ടിയുടെ ചാനലല്ലേ. നിങ്ങൾ RSSും BJPയും അല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ കേൾക്കുന്ന ആൾക്കാരോടും കാണുന്ന ആൾക്കാരോടും. കൃഷ്ണനെ വരച്ച്, ഒരു മുസ്ലിം മതത്തിൽ നിന്നും കൃഷ്ണനെ വരച്ച് ഹൈന്ദവരെ മാക്സിമം ഹൈന്ദവരുടെ കയ്യിൽ അതെത്തിച്ച് സ്വന്തം മതത്തെ പോലും എതിർത്ത് പറഞ്ഞ് ജീവിച്ച് മുന്നോട്ട് പോകുന്ന എന്നെ ഇതേപോലെ പുള്ളയും ലസിതയും മറ്റേ അവൻ്റെ പ്രിയ RSS ഒന്നുമല്ല, അവള് കമ്മ്യൂണിസ്റ്റ് കാര്യത്തിയാണ്. പിന്നെ അതേപോലെ ആ ചെക്കങ്ങൻ്റെ പേരെന്തായിരുന്നു? ഗുരുവായൂർ നമ്മൾ പോയി കംപ്ലൈൻ്റ് എടുത്ത പ്രതീഷ് വിശ്വനാഥോ. ഇവരൊക്കെ എന്നെ ഇത്രത്തോളം ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അല്ലാത്ത
മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഈ ഇലക്ഷനിൽ നിങ്ങൾ ജയിച്ചാൽ എത്രത്തോളം ഉപദ്രവിക്കും എന്നുള്ളത് എൻ്റെ ഒരു ജീവിതം വെച്ചിട്ട് മനസ്സിലാക്കേണ്ടവരുണ്ട്, മനസ്സിലാക്കിക്കോളി. കൃഷ്ണനെ വരച്ച് ജനിച്ച മതത്തെ തള്ളിപ്പറഞ്ഞ് കൃഷ്ണനെയും ചേർത്ത് പിടിച്ച് നടക്കുന്ന ഇത്രയും ആൾക്കാർ, പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഇത്രയും ആൾക്കാർ എന്നെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, വോട്ട് ചെയ്യുമ്പോൾ ഓർക്കുക, മറ്റു മതത്തിലുള്ള മറ്റുള്ളവരെ ഇവരെത്രത്തോളം ഉപദ്രവിക്കുമെന്നുള്ളത്. ഞാനല്ല വീഡിയോ എടുത്തത് എന്നുള്ളതും എല്ലാ തെളിവ് സഹിതവും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടും, പിന്നെ ന്യൂസ് 8 ഒരു ചേട്ടനുമായിട്ട് എനിക്ക് അവിഹിത ബന്ധം. എൻ്റെ പുള്ളേ, നീ അല്ലടി ഞാൻ നിനക്ക് നിൻ്റെ തന്ത ചത്തുപോയല്ലോ, അത് നന്നായിക്ക്. ആ ചത്തുപോയ തന്തക്ക് തന്നെയാണ് നീ ഉണ്ടായിരുന്നുവെങ്കിൽ നീ അങ്ങനെ പറയില്ലായിരുന്നു പുള്ളേ. കാരണം 100 കണക്കിന് ആൾക്കാരുടെ കൂടെ കിടന്നതും ഇരുന്നതും നടന്നതുമായിട്ടുള്ള ഡീറ്റെയിൽ എൻ്റെ കയ്യിലുണ്ട്. പോരാത്തതിന് ഇപ്പോൾ ശനി ഇതിൻ്റെ സ്റ്റെപ്പിനെയും. എന്നിട്ടും നിനക്ക് മതിയായിട്ടില്ലേ പുള്ളേ? പാവ ജസ്റ്റിനെ കൊന്നതിൻ്റെ ശാപമുണ്ടല്ലോ, നിനക്ക് കിട്ടുമടി. നീ അത് അനുഭവിക്കാതെ പോകൂല. ജസ്റ്റിന് വേണ്ടിയിട്ട് ജയിലിൽ കയറി 1-2 ആൾക്കാരാ ഒരെണ്ണത്തിനെ മാത്രം ബാക്കി നിർത്തി ബാക്കിയെല്ലാത്തിനെയും നീ ഇറക്കിയില്ലേ? എന്തുവാടി നീ? എന്നിട്ടാണോടി നീ ചാരിത്രവതിയാവാൻ വരുന്നത് പുള്ളേ? ഈ ആരടി? ഞാൻ ഹൈന്ദവരെ പിന്നെ വെല്ലുവിളിക്കുന്നത്, ഞാൻ ഏത് ഹൈന്ദവരെ വെല്ലുവിളിച്ചത്? നിന്നെ വെല്ലുവിളിക്കുമ്പോൾക്ക് എല്ലാവരെയും വെല്ലുവിളിക്കുന്നത് കൊണ്ടായോ? ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത് തൊഴാൻ തന്നെയാണ്. അത് വീഡിയോ എടുത്ത് എനിക്ക് പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാടി നിൻ്റെ ലസിതയൊക്കെ ഗുരുവായൂർ പോകുന്നതും സകല അമ്പലത്തിൽ പോകുന്നതും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒന്നും നിങ്ങൾക്ക് ആർക്കും പൊള്ളുന്നില്ല? ലസിത തന്നെ പറയുന്നുണ്ടല്ലോ മുസ്ലിം ആയതുകൊണ്ടാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മുസ്ലിമായ എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുമ്പം, അതും ഇത്രത്തോളം കണ്ണനെ ആരാധിക്കുന്ന എന്നെ ഉപദ്രവിക്കുമ്പോൾ മറ്റ് ജനങ്ങളെ എങ്ങനെ ഉപദ്രവിക്കും എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഏതായാലും പുള്ളക്കുള്ള മറുപടി ആയല്ലോ. ഇനി ഞാൻ ആരുമായിട്ട് അവിഹിത ബന്ധം വെച്ചോട്ടെ, ഇനി 100 ആൾക്കാരുമായിട്ട് അവിഹിത ബന്ധം വെച്ചോട്ടെ, 100 ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തോട്ടെ, എന്നാലും ഞാനൊരുത്തനെ കൊന്നിട്ട് വേറൊരുത്തൻ്റെ കൂടെ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കാൻ പോയിട്ടില്ല. 3.5 വയസ്സായ കൊച്ചിനെ ഒഴിവാക്കാൻ പോയിട്ടില്ല. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചാനലിൽ പോയിട്ട് പ്രസംഗിക്കാനും നിന്നിട്ടില്ല. ഓക്കെ, പുള്ളക്ക് മനസ്സിലായല്ലോ? വ്യക്തമായിട്ട് പുള്ളക്കുട്ടിക്ക് മനസ്സിലായല്ലോ? ഞങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പോഴും ഞാൻ പറയാണ്, കൊച്ചു കുഞ്ഞുങ്ങളെയാ പുള്ള എന്ന് പറയാം കേട്ടോ. ശരിയേ പുള്ളേ?